ഹായ് ഡിയേഴ്സ്, എല്ലാവർക്കും നമസ്കാരം. ഞാൻ സീന സുരേഷ്. ഇന്ന് നൈനികയിൽ നമ്മൾ പ്യുവർ മൊഡാൾ സിൽക്ക് സാരീസാണ് കാണിക്കുന്നത്. അതിനു മുന്നേ മദ്രാസ് ചെക്സിൻ്റെ റീസ്റ്റോക്കാണ്. ഇതേപോലത്തെ നമുക്കൊരു 2-3 ബണ്ടിലായിട്ട് വന്നിട്ടുണ്ട്. ഒരു 50 മീറ്ററോളാണ് ഇപ്പോൾ വന്നിട്ടുള്ളത്. നല്ല ഭംഗിയുള്ള പ്യുവർ കോട്ടണിൽ വരുന്ന മദ്രാസ് ചെക്സ് ആണ്. അപ്പോൾ ഞാൻ മുന്നേ തന്നെ പറഞ്ഞിട്ടുണ്ടായിരുന്നു, അത് റീസ്റ്റോക്കിന് വേണ്ടി ചോദിച്ചപ്പോൾ നമുക്ക് കൂടുതൽ എമൗണ്ടിനാണ് ഇത് കിട്ടുന്നത്, ഇത് ഇനി വരുന്നതെന്നുള്ളത്. ഇപ്പോൾ നമുക്കിത് കിട്ടിയിട്ടുള്ളത് മീറ്ററിന് 220 ആണ് കേട്ടോ. റേറ്റ് വരുന്നത് 220 ആണ്. നമുക്ക് 1 മീറ്റർ, 2 മീറ്റർ, 3 മീറ്റർ അങ്ങനെ ഈ 50 മീറ്റർ വരെയുള്ള ഏത് കട്ടിലും നിങ്ങൾക്ക് വാങ്ങിക്കാം. അര, കാല്, മുക്കാല് അങ്ങനത്തെ ഒന്നും ഉണ്ടാവില്ല കേട്ടോ. 1 മീറ്റർ അല്ലെങ്കിൽ 2 മീറ്റർ അല്ലെങ്കിൽ 3 മീറ്റർ അങ്ങനെയായിട്ടാണ് ഉണ്ടാവുക. അപ്പോൾ വേണമെന്നുള്ളവർ പെട്ടെന്ന് എൻക്വയറി ചെയ്തോളൂ, പർച്ചേസ് ചെയ്തോളൂ. കാരണം ഈ ഓണത്തിൻ്റെ തിരക്കിൻ്റെ ഇടയിൽ നമുക്കങ്ങനെ പോയിൻ്റ് എടുത്തിട്ട് അത് ഓരോ മെഷർമെൻ്റ് എടുത്തിട്ട് ഉള്ള ഒരു ടൈം ഇല്ലാത്തതുകൊണ്ടാണ്. 1 മീറ്റർ, 2 മീറ്റർ ഒക്കെ ആകുമ്പോൾ ഒരൊറ്റ മെഷർമെൻറ്റിൽ നമുക്ക് കട്ട് ചെയ്തെടുക്കാൻ പറ്റും. അതുകൊണ്ടാണ് കേട്ടോ. അപ്പോൾ വേണമെന്ന് ഒരുപാട് പേര് ഇത് ഷർട്ട് തയ്ക്കാൻ, അതേപോലെ ബ്ലൗസ്, പിന്നെ ഇത് കോഡ് സെറ്റിന്, ഫ്രോക്കിന്, പിന്നെ സെറ്റ് സാരി, സെറ്റ് മുണ്ടിൻ്റെയൊക്കെ സൈഡിൽ വെച്ച് അടിക്കാൻ എന്നൊക്കെ പറഞ്ഞിട്ട് ഒരുപാട് പേര് ചോദിച്ചിട്ടുണ്ടായിരുന്നു. 44 ഇഞ്ചാണ് വിഡ്ത്ത് വരുന്നത് കേട്ടോ. ഇത് ഇന്നിപ്പോൾ ഞാൻ വീഡിയോ ഇട്ടിട്ട് ഒരു 2 ഡേയ്സിന് ശേഷം മാത്രമേ ഡെസ്പാച്ച് ഉണ്ടാവുള്ളൂ. കാരണം ഇതൊക്കെ കട്ട് ചെയ്ത് പാക്ക് ചെയ്ത് വരാനുള്ള ടൈം എടുക്കും. പിന്നെ ഇതിൻ്റെ കൂടെ എന്തായാലും ഷിപ്പിംഗ് ചാർജ് ഉണ്ടാവും കേട്ടോ. കാരണം നമുക്കിപ്പോൾ ഷിപ്പിംഗ് ചാർജൊക്കെ ഓൾറെഡി കൂടിയുണ്ട്. ഓക്കെ, അപ്പം നമുക്ക് മൊഡാൾ സാരീസ് ഓരോന്നായിട്ട് കാണാം. കുറേ നാളായി പ്യുവർ മൊഡാൾ സിൽക്ക് സാരീസിൻ്റെ എൻക്വയറി ഇങ്ങനെ കണ്ടിന്യൂസ് വന്നുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഞാൻ വിചാരിച്ചു ഇന്ന് എന്തായാലും നമുക്ക് ബൾക്കായിട്ടുള്ള സ്റ്റോക്ക് തന്നെ വന്നിട്ടുണ്ട് പ്യുവർ മൊഡാൾ സിൽക്കിൻ്റെ. അത്രയും ബ്യൂട്ടിഫുൾ ആയിട്ടുള്ളൊരു സാരിയാണ്. ഇപ്പോൾ നമുക്കത് സമ്മർ ആണെങ്കിലും റെയിനി സീസൺ ആണെങ്കിലും വിൻ്റർ ആണെങ്കിലും ഒക്കെ നമുക്ക് ഉടുക്കാൻ കംഫർട്ടബിൾ ആയിട്ടുള്ള ഒരു സാരിയാണ്. വെതർ ഫ്രണ്ട്ലി ആയിട്ടുള്ള ഒരു മെറ്റീരിയലാണ് പ്യുവർ മൊഡാൽ. അതുകൊണ്ട് തന്നെ നമുക്കിത് ഫങ്ഷൻ വെയർ ആയിട്ടോ അല്ലാതെയൊക്കെ യൂസ് ചെയ്യാനായിട്ടും അടിപൊളിയാണ്. നമ്പർ 1 ആണ്. സ്ക്രീൻഷോട്ട് എടുക്കുമ്പോൾ നമ്പർ കൂട്ടിയെടുക്കുക. പ്യുവർ മൊഡാലിൽ ഡിഫറെൻറ്റ് ടൈപ്സ് ബ്ലോക്ക് പ്രിൻസ് ആണ്. ദാബു, ബാഗ്രു, അജ്രക്ക് അങ്ങനെ ഡിഫറെൻറ്റ് ടൈപ്പ് ബ്ലോക്ക് പ്രിൻസ് ആണ് വന്നിട്ടുള്ളത്. ഡിഫറെൻറ്റ് പ്രൈസ് റേഞ്ചിലും കൂടിയാണ് വന്നിട്ടുള്ളത്. അപ്പോൾ ഒരു 3650 മുതൽ 4200 റേഞ്ച് വരെയുള്ള സാരീസാണ് ഇന്ന് കാണിക്കുന്നത്. അപ്പോൾ ഇതിലേതെങ്കിലും ഇഷ്ടമായി പർച്ചേസ് ചെയ്യാൻ താല്പര്യം ഉണ്ടെങ്കിൽ പെട്ടെന്ന് എൻക്വയറി ചെയ്തോളൂ, പർച്ചേസ് ചെയ്തോളൂ. എല്ലാം വിത്ത് ബ്ലൗസ് ആയിട്ടാണ് വരുന്നത് കേട്ടോ. അപ്പോൾ നമുക്ക് ഓരോന്നായിട്ട് കാണാം. നല്ല ബ്യൂട്ടിഫുൾ ആയിട്ട് ഇത് ഓരോ സാരിയും നമ്മൾ എങ്ങനെ ഇതിന് സ്റ്റൈൽ ചെയ്യണമെന്നനുസരിച്ചിരിക്കും കേട്ടോ. നമുക്കിത് റിസപ്ഷൻ വെയർ ആയിട്ടോ അല്ലെങ്കിൽ വെഡ്ഡിങ് ഗസ്റ്റ് ആയിട്ട് പോകുമ്പോഴോ ഓഫീസിലൊരു സ്പെഷ്യൽ ഒക്കേഷൻ ഒഫീഷ്യലായിട്ടോ ഒക്കെ യൂസ് ചെയ്യാൻ പറ്റുന്ന സാരീസാണ് ഈ പ്യുവർ മൊഡാൾ സിൽക്ക്. ഭയങ്കര ഒഴുകി അങ്ങനെ കിടക്കും, നല്ല ബ്യൂട്ടിഫുള്ളാണ്. ഇതിപ്പോൾ വരുന്നത് ഒരു പീച്ച് ഓറഞ്ച് മിക്സ് ആയിട്ടുള്ള ഒരു ഷെയ്ഡാണ് കേട്ടോ. നല്ല ഭംഗിയുള്ള ഒരു ഷെയ്ഡാണ്, റെയറാണ്, നമുക്ക് മൊഡാലിൽ അങ്ങനെ കിട്ടാത്ത ഒരു ഐറ്റമാണ്. ഇതേപോലെ പല്ലു വരുന്നത് കണ്ടോ, നല്ല ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള പല്ലു ഇങ്ങനെ വരിക. ആൻഡ് ബ്ലൗസ് പീസ് ഇതേപോലെ ഒരു ഹൈഡായിട്ടുള്ള ഒരു പ്രിൻ്റായിട്ടാണ്, ഒരു ഡിസ്ചാർജ് പ്രിൻറ്റ് പാറ്റേണിലാണ് വന്നിട്ടുള്ളത്. ഇതേപോലെ വരിക കേട്ടോ. അപ്പോൾ ഇതിങ്ങനെ ഇപ്പോൾ നമുക്ക് പാഴ്സൽ വന്നിട്ടേ ഉള്ളൂ. ബണ്ടിൽ ഇങ്ങനെ അതിങ്ങനെ ബൾക്കായിട്ട് വരുമ്പോൾ ഞെരുങ്ങിയിരുന്നിട്ടാണ് വരിക. അതുകൊണ്ടാണ് ഈ ചുളിവുകളൊക്കെ ഇതിൽ കേട്ടോ. എല്ലാം ന്യൂ സ്റ്റോക്കാണ്. ജസ്റ്റ് ഇതിൻ്റെ പ്രോസസ്സും കഴിഞ്ഞ് ഇപ്പോൾ എത്തിയിട്ടേ ഉള്ളൂ. അപ്പോൾ ഈ ടൈപ്പ് സാരീസൊക്കെ 3650 റേഞ്ചിലാണ് വരുന്നത്. 3650 കേട്ടോ. അപ്പോൾ നമുക്കിനി അടുത്ത സാരി കാണാം. അടുത്തത് ദാ നല്ല ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ഇൻഡിഗോ ആണ് വരുന്നത്. നല്ല ഭംഗിയാട്ടോ. ഇത്രയും ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ഇൻഡിഗോ ബ്ലൂവിൽ മൊഡാൾ സിൽക്ക് നമുക്ക് അങ്ങനെ കിട്ടുന്ന ഒരു സംഭവമല്ല. നല്ല ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള അതിലാ ഒരു വൈറ്റ് പ്രിൻ്റ് നല്ല എടുത്ത് നിൽക്കുന്ന ഒരു പ്രിൻ്റാണ്. നല്ല ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ഷെയ്ഡാണ് കേട്ടോ. ഇതേപോലെ ഇത് ഇത്രയും കൂടെ ലൈറ്റാണ്, ഒരുപാട് ഹെവി ആയിട്ടുള്ള മൊഡാലല്ല. ഇതേപോലത്തെ ദാബു, ബാഗ്രു പ്രിൻ്റൊക്കെ വരുമ്പോൾ ഇത്രയും കൂടെ ലൈറ്റായിരിക്കും. ഇതേപോലെ കേട്ടോ, നല്ല ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള സാരി. ഇങ്ങനെയാണ് ഫുൾ സാരി വരുന്നത്. അടിപൊളിയായിട്ട് സ്റ്റൈൽ ചെയ്യുക കേട്ടോ. പിന്നെ ഇതാ ബ്ലൗസ് വരുന്നത് ഇതേപോലെ സ്ലീവ്സിൽ ഇങ്ങനെ വരും. ഒരു പോൾക്ക പോലെയാണ്. ബ്ലൂവിൽ ഇത്രയും കൂടെ ലൈറ്റായിട്ടുള്ള ബ്ലൂ പോൾക്കയാണ് വരുന്നത്. അപ്പോൾ വെയർ വരുമ്പോൾ അടിപൊളിയായിട്ട് നമുക്ക് സ്റ്റൈൽ ചെയ്യാൻ പറ്റും കേട്ടോ. ഇങ്ങനെ കാഷ്വൽ
പ്ലീറ്റ്സ് ഒക്കെ എടുത്തിട്ട് ഇടാനായിട്ട് അടിപൊളിയാണ്. 3650 ആണ് റേറ്റ്. അടുത്തത് നമ്പർ 3 ആണ്. ഇതേപോലെ കേട്ടോ, ഇത് കണ്ടോ, ഇതേപോലെ ഇതെല്ലാം ഹാൻഡ് ബ്ലോക്ക് പ്രിൻ്റ് ആണ്, നാച്ചുറൽ ഡൈങ്ങിൽ വരുന്ന സാരീസാണ്. അതുകൊണ്ട് തന്നെ ഇംപെർഫെക്ഷൻസ് ഉണ്ടാവും. ഞാൻ എല്ലാ മൊഡാൽ സാരീൻ്റെയും ഹാൻഡ് മെയ്ഡ് സാരീസിൻ്റെയും കാര്യത്തിൽ പറയുന്നതാണ്. ഇംപെർഫെക്ഷൻസ് ഉണ്ടാവും, കളർ സ്മഡ്ജസ് ഉണ്ടാവും, കളർ ഈവൺ ആയിരിക്കണം എന്നില്ല, പ്രിൻ്റ് ഈവൺ ആയിരിക്കണം എന്നില്ല. അതാ ഒരു ഹാൻഡ് മെയ്ഡ് പ്രോസസ്സിൽ വരുന്നതുകൊണ്ട് നമ്മൾ മെഷീനിൽ അല്ലെങ്കിൽ സ്ക്രീൻ പ്രിൻറ്റിൽ ചെയ്യണ പോലെ പെർഫെക്ഷൻ ഉണ്ടാവില്ല കേട്ടോ. അപ്പോൾ അതെല്ലാം നോക്കി മനസ്സിലാക്കി പർച്ചേസ് ചെയ്യുക. പ്യുവർ ആണെന്നുള്ളതിൻ്റെ ഒരു ഗ്യാരണ്ടിയും വാറൻറ്റിയും ഒക്കെയാണ് ഇതേപോലത്തെ ഇംപെർഫെക്ഷൻസ് കേട്ടോ. ഇതേപോലെ സാരി വരിക. പല്ലു കണ്ടോ, ഈ ഒരു ഇതിലൊക്കെ ഈ ഇത് അങ്ങനത്തെ ഒരു ഡിസൈനാണ്, അല്ലാണ്ട് അത് ഡിഫക്റ്റോ ഡാമേജോ ഒന്നുമല്ല. അതേപോലെ ഡൈയും കഴിയുമ്പോൾ ഇതേപോലെയൊക്കെയാണ് എൻ പോർഷനൊക്കെ ഉണ്ടാവുക കേട്ടോ. അപ്പോൾ എല്ലാം മനസ്സിലാക്കി പർച്ചേസ് ചെയ്യുക. നമ്മൾ ജെനുവിനായിട്ട് എല്ലാ കാര്യങ്ങളും ഡീറ്റെയിൽ ആയിട്ട് പറഞ്ഞിട്ടാണ് വീഡിയോ ചെയ്യുന്നത്. നിങ്ങളും എല്ലാം മനസ്സിലാക്കി നിങ്ങൾക്ക് ആവശ്യമുള്ള ഫാബ്രിക് ആണോ സാരി ആണോ നോക്കി, അതായത് ഓരോരുത്തർക്ക് ഇഷ്ടമുള്ള തരത്തിലുള്ള ഫാബ്രിക്സ് ഉണ്ടാവുമല്ലോ. ചിലർക്ക് കാണുമ്പോൾ ഭയങ്കര ഇഷ്ടമാണ് ഈ ഹാൻഡ് മെയ്ഡ് സാരീസ്, അതായത് ചന്തേരി, കോട്ടാഡോരിയ, മഹേശ്വരി, അജ്രക്ക് അങ്ങനത്തെയൊക്കെ. പക്ഷെ കയ്യിൽ കിട്ടിക്കഴിഞ്ഞാൽ പിന്നെ അവർ ഞാൻ പറഞ്ഞത് ഇതേ അല്ല എന്നുള്ള രീതിക്കായിരിക്കും. അതുകൊണ്ടാണ് അതായത് ഓരോ പ്രാവശ്യം സാരി വാങ്ങിച്ച് ഒരു പ്രാവശ്യം ഉടുത്ത് ഇങ്ങോട്ട് അയക്കുന്ന കസ്റ്റമേഴ്സും ഉണ്ട്. അപ്പോൾ അതുകൊണ്ടാണ് നമ്മൾ ഇതിന് എക്സ്ചേഞ്ചും റീഫണ്ടും ഒന്നും ഇല്ല എന്ന് പറയുന്നത്. അത് ആവശ്യമുള്ളവരുടെ കയ്യിലേക്ക് തന്നെ കറക്റ്റായിട്ട് എത്താൻ വേണ്ടിയിട്ടാണ് കേട്ടോ. അപ്പോൾ എന്തെങ്കിലും ഒരു ഡിഫക്റ്റ് ഉണ്ടെങ്കിൽ നമുക്ക് എക്സ്ചേഞ്ച് ഉണ്ടാവും. എന്തെങ്കിലും ഡാമേജ് ഉണ്ടെങ്കിൽ മാത്രം അതിനൊരു പാഴ്സൽ ഓപ്പണിംഗ് വീഡിയോ എന്തായാലും വേണം. അപ്പോൾ നിങ്ങൾ സാരി ഓൺലൈനായിട്ട് അതിപ്പോൾ എൻ്റെ നിന്നല്ല ആരുടെയിൽ നിന്ന് വാങ്ങിക്കുകയാണെങ്കിൽ ഒരു പാഴ്സൽ ഓപ്പണിംഗ് വീഡിയോ എടുത്ത് വെക്കുകയാണെങ്കിൽ നമുക്ക് എന്തുണ്ടെങ്കിലും ക്ലെയിം ചെയ്യാൻ പറ്റും കേട്ടോ. ഇങ്ങനെയാണ് സാരി വരുന്നത്. ആൻഡ് ബ്ലൗസ് വരുന്നത് ഇതേപോലെ നല്ല ഭംഗിയായിരിക്കും. ഇതൊക്കെ സ്റ്റിച്ച് ചെയ്ത് വെയർ ചെയ്യുമ്പോഴാണ് അതിൻ്റെ ആ ഒരു ഭംഗി. മൊഡാലൊക്കെ ബ്ലൗസ് സ്റ്റിച്ച് ചെയ്തിട്ട് കഴിഞ്ഞാൽ അടിപൊളിയായിരിക്കും കേട്ടോ. ഈ സാരിയും കൂടിയായിട്ട് സ്റ്റൈൽ ചെയ്ത് കഴിഞ്ഞാൽ പിന്നെ ഇതിൻ്റെ ഒരു അൺഈവൺനെസ്സും ഇംപെർഫെക്ഷനും ഒന്നും അത് ഉടുത്ത് സ്റ്റൈൽ ചെയ്ത് വരുമ്പോൾ അതൊന്നും വിസിബിൾ ആവില്ല. അത്രയും സ്മാർട്ട് ലുക്ക് തരുന്ന ഒരു സാരിയാണ് കേട്ടോ. ബ്യൂട്ടിഫുൾ സാരി. റേറ്റ് വരുന്നത് 3650. ഇത് നല്ല ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള യെല്ലോ മൊഡാലിൽ നമ്മൾ ചന്തേരിയിലും മഹേശ്വരിയിലൊക്കെ യെല്ലോ കൊണ്ടുവരുന്ന പോലെ തന്നെയാണ് മൊഡാലിനും യെല്ലോ എല്ലാവരുടെയും ഫേവറേറ്റ് ആണ്. ആ ഒരു നാച്ചുറൽ ഡൈങ്ങിൽ വരുന്ന യെല്ലോ ഒരു ഡിഫറെൻറ്റ് ഷെയ്ഡാണ് കേട്ടോ. നല്ല ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള സാരിയാണ്, അടിപൊളിയാണ് കാണാൻ വേണ്ടിയിട്ട്. പല്ലു ഇതേപോലെ കേട്ടോ. ആൻഡ് ബ്ലൗസ് വരുന്നത് ഇങ്ങനെയാണ്. നല്ല ഭംഗിയായിരിക്കും ഇത് ബ്ലൗസ് സ്റ്റിച്ച് ചെയ്ത് സ്റ്റൈൽ ചെയ്ത് വരുമ്പോൾ ഇങ്ങനെ ഉണ്ടാവുക കേട്ടോ. കണ്ടോ, അടിപൊളിയായിട്ടുള്ള പ്രിൻ്റാണ്. നമുക്കിതിപ്പോൾ ഹൽദി മെഹന്തി അങ്ങനത്തെ പ്രോഗ്രാമിനൊക്കെ വേണമെങ്കിൽ ഇടാവുന്നതാണ്. യെല്ലോ വേണമെന്നുള്ള കളർ കോഡ് വെക്കണേലൊക്കെ അടിപൊളിയായിട്ട് എല്ലാവരും യെല്ലോ സാരി ഏതെങ്കിലുമൊക്കെ എടുത്ത് വരുമ്പോൾ നമുക്ക് മൊഡാൽ അജ്രക് പ്രിൻ്റ് വരുന്ന സാരീനെ എടുത്ത് സ്റ്റൈൽ ചെയ്യാൻ പറ്റും. ബ്യൂട്ടിഫുൾ സാരി. ഇങ്ങനെയാണ് പല്ലു വരിക. ബ്ലൗസ് ഇങ്ങനെ വരും. അടുത്തതാ അടിപൊളിയായിട്ടുള്ള ഒരു റെഡിഷ് മെറൂൺ ടോണാണ്. ഇതേപോലെ കേട്ടോ, ആ ഒരു നാച്ചുറൽ ഡൈങ്ങിൽ വരുന്ന ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ഷെയ്ഡാണ്. ഇതേപോലെ ഉണ്ടാവുക. ഉടുത്ത് വരുമ്പോൾ നല്ല ഭംഗിയാണ്. സൂപ്പറായിട്ട് നമുക്ക് സ്റ്റൈൽ ചെയ്യാം. മൊഡാൽ സാരീസ് ഇല്ല എന്നുള്ളൊരു ഒരെണ്ണം നമ്മുടെ കയ്യിൽ ഉണ്ടാവുന്നത് അത്രയും ബെസ്റ്റാണ് ഈ ഒരു ബഡ്ജറ്റ് ഓക്കെ ആയവർക്ക് കേട്ടോ. ഇതേപോലെയാണ് പല്ലു വരിക. ആൻഡ് ബ്ലൗസ് വരിക ഇതേപോലെ നല്ല ഭംഗിയായിരിക്കും. സാരിയും ബ്ലൗസുമായിട്ട് സ്റ്റൈൽ ചെയ്ത് വരുമ്പോൾ ബ്യൂട്ടിഫുൾ സാരി. നമ്പർ 5 ആണ്. അടുത്തത് നമ്പർ 6 ആണ്. ഇതേപോലെ ഒരു ലാവൻഡറിൻ്റെ ഒരു ഷെയ്ഡാണ്. അടിപൊളിയായിട്ടുള്ളൊരു പ്രിൻറ്റ് പാറ്റേൺ ആണ്. കണ്ടോ, ഇതേപോലെ വരിക. എല്ലാം പ്യുവർ മൊഡാലിലാണ് വരുന്നത്. ഇതാണ് പല്ലു വരിക. ആൻഡ് ബ്ലൗസ് വരുന്നത് ഇതാണ് കേട്ടോ. 3650 റേഞ്ചിലാണ് വരുന്നത്.
ഡിഫറെൻറ്റ് പ്രൈസ് റേഞ്ചിലുള്ള സാരീസ് ഇന്നത്തെ വീഡിയോയിൽ വരുന്നുണ്ട്. നിങ്ങൾ എൻക്വയറിയുടെ ടൈമിൽ കറക്റ്റായിട്ട് പറയൂ കേട്ടോ. 3650 തൊട്ട് 4200 റേഞ്ചിലുള്ള സാരി. ഒരെണ്ണം മാത്രമാണ് 4000 എബവ്. എനിക്ക് തോന്നുന്നു ഒരു ലഗ്ലി പട്ട വരുന്ന ഒരു സാരി വരുന്നുണ്ട്. അത് ഒരുപാട് പേര് ചോദിച്ചിട്ട് റീസ്റ്റോക്ക് ഒരു പീസ് കിട്ടിയിട്ടുള്ള സാരിയാണ്. അത് മാത്രമാണ് 4000 എബവ് വരുന്നത്. ബാക്കിയൊക്കെ 4000 ബിലോ. 3650 തൊട്ട് അടിപൊളിയായിട്ട് സ്റ്റൈൽ ചെയ്യാം കേട്ടോ. ഇതൊക്കെ ഒഫീഷ്യലായിട്ട് യൂസ് ചെയ്യാനും അടിപൊളിയാണ്. നമ്പർ 7 ആണ്. ഇതേപോലെ വരിക കണ്ടോ, ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള സാരി. ഇതിൽ കണ്ടോ ഇങ്ങനെ കുഞ്ഞു കുഞ്ഞ് കുത്ത് ഡോട്ട് മാർക്കൊക്കെ വരുന്നത്. അതതിൻ്റെ മേക്കിംഗ് പ്രോസസ്സിൽ അങ്ങനെ തന്നെ വരുന്നത്. ഇതെല്ലാം കൂടി ചേരുമ്പോഴാണ് ഈ അജ്രക് പ്രിൻറ്റ് മൊഡാൽ സാരീസിന് അതിൻ്റെ ആ ഒരു ഒത്തൻറ്റിക് ആയിട്ടുള്ള ട്രഡീഷണൽ ആയിട്ടുള്ള ഭംഗി കിട്ടുന്നത്. അതേപോലെ തന്നെയാണ് ഈ ബോർഡേഴ്സിൻ്റെയും ഇതിൻ്റെ കളറൊക്കെ ഇതേപോലെ അൺഫിനിഷ് ആയിട്ടാണ് ഉണ്ടാവുക കേട്ടോ, അൺഈവൺ ആയിട്ട്. വൺസ് നമ്മൾ ഇതിൻ്റെ മേക്കിംഗ് പ്രോസസ്സ് കണ്ടു കഴിഞ്ഞാൽ നമുക്ക് അത്രയും റെസ്പെക്റ്റ് തോന്നും ഈ സാരീസിനോട്, ഇത് ഉണ്ടാക്കുന്നവരോടും. അത്ര എഫേർട്ടാണ് ഓരോ സാരീസിൻ്റെയും പിന്നിൽ. ദിവസങ്ങളോളം അവർ ആ ഒരു വർക്ക് ചെയ്തിട്ടാണ് നമ്മുടെ മുന്നിലേക്ക് ഈ ഓരോ സാരി എത്തുന്നത്. ഇതിൻ്റെ ഡൈയിങ് പ്രോസസ്സാണെങ്കിലും ഡ്രൈയിങ് പ്രോസസ്സാണെങ്കിലും അതേപോലെ ബ്ലോക്ക് പ്രിൻ്റ് ആണെങ്കിലും എല്ലാം അത്രയും സൂക്ഷ്മതയോടെ ചെയ്യുന്നതാണ് കേട്ടോ. അപ്പോൾ ഇതിനെ നിങ്ങൾ ഡിഫക്റ്റ് എന്ന് പറഞ്ഞാൽ അങ്ങനെ തള്ളിക്കളയരുത്. ഇത് ഡിഫക്റ്റ് അല്ല, ഇത് ഇതേപോലെയാണ്. അറിയാത്ത ഒരുപാട് പേരുടെ കാര്യമാണ് ഞാൻ പറഞ്ഞത്. അറിയുന്നവർക്ക് പിന്നെ പ്രശ്നമില്ല, അവർക്ക് ഇതിൻ്റെ വാല്യൂ അറിയാം കേട്ടോ. ഇതേപോലെ പല്ലു വരിക കേട്ടോ. ആൻഡ് ബ്ലൗസ് ഇതേപോലെ വരും. നല്ല ഭംഗിയുള്ള യെല്ലോ ബ്യൂട്ടിഫുൾ സാരി. റേറ്റ് വരുന്നത് 3650. ഇപ്പം എല്ലാത്തിനും റേറ്റ് കൂടിയിരിക്കുകയാണ്. പക്ഷെ നമുക്കിത് നമ്മൾ മുന്നേ പറഞ്ഞ് ബുക്ക് ചെയ്ത് വെച്ചുകൊണ്ട് കുറച്ച് ഒരു പ്രൈസ് ഡിഫറൻസിൽ കിട്ടിയിട്ടുണ്ട്. അതുകൊണ്ടാണ് നിങ്ങൾക്കും ഈ ഒരു പ്രൈസിൽ കിട്ടുന്നത് കേട്ടോ. എപ്പോഴും ഞാൻ പറയുന്ന പോലെ നമുക്ക് കിട്ടുന്ന പ്രൈസിങ്ങിനനുസരിച്ചാണ് സാരിയുടെ പ്രൈസിങ് വരുന്നത് കേട്ടോ. അടുത്തത് ഒരു സ്പെഷ്യൽ ഷെയ്ഡാണ്, സ്പെഷ്യൽ പ്രിൻ്റാണ്. ഇതൊന്നും മൊഡാലിൽ അങ്ങനെ ഈസി ആയിട്ട് അവൈലബിൾ ആയിട്ടുള്ള സാരിയല്ല. കണ്ടോ, ഇതേപോലെയാണ് കേട്ടോ. നമ്മൾ മുന്നേയും ഇത് ഒരു വട്ടം കൊണ്ടുവന്നിട്ടുണ്ട്. പിന്നെ ഹ്യൂജ് എൻക്വയറി ആയിരുന്നു, പിന്നെ അത് കിട്ടിയിട്ടില്ല. ഇപ്പോൾ അത് വന്നിട്ടുണ്ട്. അങ്ങനെയാണ് ഇതിലത്തെ എല്ലാ സാരിയും. ഇത് ബൾക്കായിട്ടും ഇത് നമുക്ക് മൾട്ടിപ്പിൾ പീസസ് അല്ല ഉണ്ടാവുക, സിംഗിൾ പീസായിട്ടാണ് വരിക കേട്ടോ. കണ്ടോ, ഇതൊരു എന്താ പറയുക, ഒരു ഏലക്ക കളർ എന്നൊക്കെ പറയില്ലേ, ആ ഒരു കളറാണ്. അതിൽ നല്ല ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ഒരു ബ്രൗൺ ഷെയ്ഡിൻ്റെ ഫ്ലോറൽ പാറ്റേൺ ആണ്. അടിപൊളിയായിട്ടുള്ള സാരി കൊടുത്തു കഴിഞ്ഞാൽ ഒരു രക്ഷയില്ലാത്ത ഭംഗിയാണ്. പല്ലു ഇതേപോലെ വരിക കേട്ടോ. നല്ല ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള പല്ലു. ഇതിൻ്റെയൊക്കെ ഒരു ഭംഗിയും വാല്യൂ ഒക്കെ അറിയുന്നവരുടെ കയ്യിൽ ഇത് കിട്ടുമ്പോൾ നമുക്കും ഭയങ്കര സന്തോഷമാണ്. കാരണം അവർ അത്രയും ഇതിനെ വാല്യൂ ചെയ്യുന്നുണ്ടാവും. ബ്ലൗസ് കണ്ടോ, ഇതേപോലെ വരിക. നല്ല ബ്യൂട്ടിഫുള്ളായിട്ട് ഇത് സ്റ്റിച്ച് ചെയ്തിട്ട് കഴിഞ്ഞാൽ അടിപൊളിയായിരിക്കും കേട്ടോ. നല്ലൊരു ടൈലറിങ് നന്നായി സ്റ്റിച്ച് ചെയ്യണവരുടെ കയ്യിൽ കിട്ടി കഴിഞ്ഞാൽ അടിപൊളിയായിട്ട് നമുക്കിപ്പോൾ ഇഷ്ടംപോലെ പാറ്റേൺസൊക്കെ കിട്ടുമല്ലോ, സെർച്ച് ചെയ്ത് കഴിഞ്ഞാൽ അത് കൊടുത്തിട്ട് നന്നായിട്ട് സ്റ്റിച്ച് ചെയ്ത് ഇട്ടാൽ മതി, അടിപൊളിയാവും. ഇതേപോലെ കേട്ടോ. നമ്പർ 8 3650. അടുത്തതാ ഇതേപോലെ വരിക. നല്ല ഭംഗിയാട്ടോ. ഇതേപോലെ ഒരു ഗ്രീനിഷ് ടോണുമ്മേ ഒരു ബ്ലൂവും കണ്ടോ, ഒരു പ്രത്യേക കളറാണ് കേട്ടോ. നല്ല ഭംഗിയുള്ളൊരു പ്രിൻറ്റ് പാറ്റേൺ. നമ്പർ 9 ആണ്. ബോർഡേഴ്സ് ഇതേപോലെ വരും. ആൻഡ് പല്ലു ഇങ്ങനെ വരും കണ്ടോ. നല്ല ഗ്രാൻഡായിട്ടുള്ള പല്ലുവാണ്. ഒരു വനസ്പതി അജ്രക് പ്രിൻ്റൊക്കെ വരുന്ന പാറ്റേൺ ആണ് കേട്ടോ ചിലതിൽ വന്നിരിക്കുന്നത്. ബ്ലൗസ് കണ്ടോ, ഇതേപോലെ നല്ല ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ഒരു പ്രിൻറ്റ് പാറ്റേൺ ആണ് കേട്ടോ. ബ്ലൗസ് കണ്ടോ, ഇത് സ്റ്റൈൽ ചെയ്ത് വരുമ്പോൾ അടിപൊളിയായിരിക്കും. അടുത്തത് നമ്പർ 10 ആണ്. യെല്ലോ തന്നെയാണ്. ഞാൻ പറഞ്ഞില്ലേ യെല്ലോയ്ക്ക് ഭയങ്കര ഡിമാൻഡാണ്. അപ്പോൾ ഞാൻ ഇപ്രാവശ്യം കിട്ടിയ മാക്സിമം യെല്ലോ ഷെയ്ഡൊക്കെ കൊണ്ടുവന്നിട്ടുണ്ട്. അടിപൊളിയാണ്. അതിലാ ഒരു പ്രിൻറ്റ് പാറ്റേൺ കാണാൻ വേണ്ടിയിട്ട് ബ്യൂട്ടിഫുള്ളാണ് കേട്ടോ. ആ ഒരു ബ്രൗൺ ഷെയ്ഡും ഗ്രീനും ഒക്കെ യെല്ലോയിൽ വരുമ്പോൾ സൂപ്പറാണ്. പല്ലു ഇതേപോലെ വരിക. ആൻഡ് ബ്ലൗസ് വരുന്നത് ഇതേപോലെ
കണ്ടോ നല്ല ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള സാരിയാണ്. ഇങ്ങനെ തന്നെ ഇത് സ്റ്റൈൽ ചെയ്യണം, അപ്പോഴാണ് ഭംഗി. പിന്നെ അല്ലെങ്കിൽ നിങ്ങൾക്ക് ബ്രൗണോ ബ്ലാക്കോ ബ്ലൗസിൻ്റെ കൂടെയൊക്കെ മൊഡാലിൻ്റെ ബ്ലൗസ് പീസൊക്കെ ഉണ്ടെങ്കിൽ അങ്ങനെ സ്റ്റൈൽ ചെയ്യാം. ബ്യൂട്ടിഫുൾ ആണ്. ഇതിൻ്റെ വിത്ത് ബ്ലൗസിൻ്റെ കൂടെ തന്നെ സ്റ്റൈൽ ചെയ്യുമ്പോൾ ഒരു പ്രത്യേക ഭംഗിയാണ് കാണാൻ വേണ്ടിയിട്ട് കേട്ടോ. അടുത്തത് നമ്പർ 11 ആണ്. ഇതേപോലെ നല്ല ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ഒരു പാറ്റേൺ ആണ്. ഇതൊക്കെ നമുക്ക് സ്റ്റൈലിഷ് ആയിട്ട് ഓഫീസിലേക്കാണെങ്കിലും അടിപൊളിയായിട്ട് ഒഫീഷ്യൽ മീറ്റിങ്ങിനൊക്കെ ഒരുപാട് പേര് മൊഡാൽ യൂസ് ചെയ്യുന്നുണ്ട് കേട്ടോ. ഇതേപോലെ ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള സാരിയാണ്. ഒരു ലൈറ്റ് ബ്ലൂ ആണ്. അതിൽ കണ്ടോ ഈ ഒരു പാറ്റേൺ എവർ ഗ്രീൻ ആയിട്ടുള്ള ഒരു പാറ്റേൺ ആണ്. അജ്രക്കിൽ വരുമ്പോൾ ഇതേപോലെ പല്ലു വരും. ആൻഡ് ബ്ലൗസ് ഒരു രക്ഷയില്ലാത്ത പാറ്റേൺ ആണ് ഇങ്ങനെ വരിക. ഇത് നമുക്ക് കോമൺ ആയ ഒരു പാറ്റേൺ അല്ല, അതുകൊണ്ട് തന്നെ ഈ ഒരു കോമ്പിനേഷൻസും അതേപോലെ കളർ കോമ്പിനേഷനൊക്കെ ഇല്ലാത്തത് കാണുമ്പോൾ പർച്ചേസ് ചെയ്ത് വെച്ചോളൂ. പിന്നെ നമുക്ക് വേണമെന്ന് തോന്നുമ്പോൾ ഇതൊന്നും കിട്ടാറില്ല, അതാണ് സത്യം. കണ്ടോ നമ്പർ 11 ബ്യൂട്ടിഫുൾ സാരി, പ്യുവർ മൊഡാൽ. അടുത്തത് നമ്പർ 12 ആണ്. ഇതേപോലെ നല്ല ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ഒരു ഡിസൈനാണ്, നല്ല ഭംഗിയാട്ടോ. ഇതും റയറാണ്. നല്ലൊരു ലൈറ്റ് ഒരു എന്താ പറയുക, ഒരു യെല്ലോൻ്റെ അല്ല, ഒരു ക്രീമല്ല, അങ്ങനത്തെ ഒരു കളർ ബേസ്. അതിൽ ബ്രൗണിൻ്റെ ബ്യൂട്ടിഫുൾ ഷെയ്ഡ്സാണ്. ബോർഡേഴ്സും നല്ല ഭംഗിയാണ്. പല്ലു കണ്ടോ ഇതേപോലെ വരിക, ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള പല്ലു. ആൻഡ് ബ്ലൗസ് പീസ് ഒരു രക്ഷയില്ല, ഇതേപോലെ കേട്ടോ. അത് വൺസ് ഇത് വെയർ ചെയ്ത് അതിൻ്റെ സുഖം അറിഞ്ഞു കഴിഞ്ഞാൽ പിന്നെ നമ്മൾ മൊഡാലിൻ്റെ ഫാനാവും. ഇതേപോലെ നമ്പർ 12. അടുത്തതാ ഇതേപോലെ ഈ സാരി കൊണ്ടുവന്നപ്പോൾ മുതൽ നമുക്ക് എപ്പോൾ നോക്കിയാലും ഇതിൻ്റെ റീസ്റ്റോക്കിന് സമയം ഉണ്ടായിട്ടുള്ളൂ കേട്ടോ. കാരണം ഇത് അത്രയും ഒരു പ്രത്യേക ഭംഗിയുള്ള സാരീസാണ്. കോമൺ ആയിട്ടുള്ള ഒരു അജ്രക് പ്രിൻറ്റ് പാറ്റേണിൽ മാറി കണ്ടോ, ഒരു ഇതിലുള്ള ബ്ലോക്ക് പ്രിൻ്റ് ആണെങ്കിലും ഡിഫറെൻ്റ് ആണ്. നല്ലൊരു ബ്ലൂവും ഓഫ് വൈറ്റും ആയിട്ടുള്ള കുഞ്ഞു കുഞ്ഞു പാറ്റേൺ ആണ് ആ ഒരു സ്ക്വയറിൽ വരുന്നത്. ഒരു പ്രത്യേക ഭംഗിയാണ്. അതേപോലെ ബോർഡേഴ്സിൽ വരുന്ന ഒരു ടെമ്പിൾ പാറ്റേൺ, അതിങ്ങനെ ചെയ്തെടുക്കാനും അതിൽ ഒരു ബ്ലൂ ഡൈ കൊടുക്കാനും അത്ര ഈസി അല്ല. അപ്പോൾ നല്ല അധ്വാനമുള്ള ഒരു സാരിയാണ് കേട്ടോ. അപ്പോൾ ഇത് നമ്മൾ ഒരുപാട് വട്ടം റീസ്റ്റോക്ക് ചെയ്തിട്ടുള്ളതാണ്. ഇത് എനിക്ക് തോന്നുന്നു ഇത് മുതലാണെന്ന് തോന്നുന്നു 3950 റേഞ്ച് വരുന്നത്. ഇതിൻ്റെ പല്ലു കണ്ടോ കോൺട്രാസ്റ്റ് ആയിട്ട്, അപ്പോൾ 1 ലെയറിലൊക്കെ ഇട്ട് കൊടുത്തു കഴിഞ്ഞാൽ അടിപൊളിയാണ്. ഇതിന് ടാസിൽസും വരുന്നുണ്ട്, ചിലതിനാണ് ടാസിൽസ് വരുന്നുള്ളൂ. ഹാൻഡ് മെയ്ഡ് ടാസിലാണ് ഇങ്ങനെ വരിക. അടിപൊളിയായിട്ട് ഉടുക്കാൻ പറ്റുന്നൊരു സാരി കേട്ടോ. അപ്പോൾ മൊഡാലൊക്കെ ഗിഫ്റ്റ് ചെയ്യാനായി ചോദിക്കാറുണ്ട്, അങ്ങനെയുള്ളവർക്കൊക്കെ പറ്റിയൊരു ഓപ്ഷനാണ് ഇതേപോലെ. ഇതിൻ്റെ ബ്ലൗസ്, ഈ ടൈപ്പ് സാരിയുടെ ബ്ലൗസ് നമുക്ക് എപ്പോഴും കട്ട് ചെയ്തിട്ടാണ് കിട്ടാറുള്ളത്. ഇതേപോലെ കണ്ടോ കോൺട്രാസ്റ്റ് ആയിട്ടാണ് വരിക, അതായത് ഇതിൻ്റെ പല്ലുവിനോട് മാച്ചിങ് ആയിട്ടുള്ള ബ്ലൗസ് പീസായിട്ടാണ് വരിക. നല്ല ഭംഗിയാട്ടോ. ഇതേപോലെയാണ് ഇത് സ്റ്റിച്ച് ചെയ്തിട്ട് വരുമ്പോൾ ഈ സാരിയുമായിട്ട് നല്ല ഭംഗിയാണ്. ഒരു പല്ലു 1 ലെയറിലൊക്കെ എടുത്ത് പിടിച്ച് കഴിഞ്ഞാൽ പിന്നെ അല്ലെങ്കിൽ നിങ്ങൾക്ക് ബ്ലാക്ക് ബ്ലൗസിൻ്റെ കൂടെ എന്തായാലും പോകും, അല്ലെങ്കിൽ ഈ ഒരു ബ്ലൂ ബ്ലൗസിൻ്റെ കൂടെ ഓഫ് വൈറ്റ് സിൽക്ക് ബ്ലൗസോ മൊഡാൽ ബ്ലൗസോ ഒക്കെ ഉണ്ടെങ്കിൽ അതിൻ്റെ കൂടെ ഒക്കെ സ്റ്റൈൽ ചെയ്യാൻ പറ്റും. ഇതും നല്ല ഭംഗിയാട്ടോ. പിന്നെ ഈ ബ്ലൗസ് പീസ് നമുക്കിനി സെറ്റ് സാരി, സെറ്റും ഉണ്ട്, പ്ലെയിൻ സാരീസിൻ്റെ കൂടെയൊക്കെ സ്റ്റൈൽ ചെയ്യാൻ നല്ലതാണ്. നല്ലൊരു ബ്രിക്ക് മെറൂൺ ഷെയ്ഡിലാണ് വരുന്നത്. 3950 ആണ് കേട്ടോ. 13 തൊട്ടുള്ളതിൻ്റെ റേറ്റ്. നേരത്തെ പറഞ്ഞ അതേ കാറ്റഗറിയിൽ പെടുന്നതാണ് ഈ സാരീസൊക്കെ. ഇതൊരു യുണീക്കായിട്ടുള്ള പ്യുവർ മൊഡാലിൽ വരുന്ന സാരീസാണ്. അതിൻ്റെ ബ്ലോക്ക് പ്രിൻറ്റ് പാറ്റേൺ ആണെങ്കിലും ബോർഡേഴ്സ് ആണെങ്കിലും എല്ലാം ഡിഫറെൻ്റ് ആണ്. ഇത് നമ്മൾ ഒരുപാട് വട്ടം റീസ്റ്റോക്ക് ചെയ്തിട്ടുള്ള സാരിയാണ് കേട്ടോ. പല്ലു കണ്ടോ ഇതേപോലെ കോൺട്രാസ്റ്റ് ആയിട്ട് വിത്ത് ടാസിലായിട്ടാണ് വരിക. ഇതിൻ്റെയും ബ്ലൗസ് പീസ് ഇതേപോലെ വരിക കേട്ടോ. ഒരു കോൺട്രാസ്റ്റ് ആയിട്ടാണ് വരിക. നല്ല ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ബ്ലൗസ് പീസ്. ബ്ലാക്കിൻ്റെയോ ബ്ലൂവിൻ്റെയോ ഓഫ് വൈറ്റിൻ്റെ കൂടെ വേണമെങ്കിലും നിങ്ങൾക്ക് സ്റ്റൈൽ ചെയ്യാവുന്നതാണ്. ബ്യൂട്ടിഫുൾ സാരി, അടിപൊളിയാണ്. അടുത്തത് ഇതാ, ഇതും നേരത്തെ പറഞ്ഞ അതേ കാറ്റഗറി, നമ്പർ 15 ആണ്. ഇത് ഉടുത്ത് വരുമ്പോഴാണ് കേട്ടോ ഇതിൻ്റെ ഭംഗി, ഒരു പ്രത്യേക ഭംഗിയാണ് കാണാൻ വേണ്ടിയിട്ട്. പിന്നെ ഇതുപോലത്തെ മൊഡാൽ സാരീസ് ഉടുത്തിട്ട് അത് ചുരിദാറൊക്കെ ആയിട്ട് കൺവേർട്ട് ചെയ്തെടുക്കുന്നവരും ഒക്കെ ഉണ്ട് കേട്ടോ. അതിന് ബ്ലൗസായിട്ട്, ചുരിദാറായിട്ട്, ദുപ്പട്ടയായിട്ടൊക്കെ. ചിലപ്പോൾ നമുക്ക് ഫോട്ടോസ് ഇട്ട് വരുമ്പോഴറിയാം ഈ ഇത് പരിചയം ഉണ്ടല്ലോ എന്നുള്ളത്. കണ്ടോ
ചില കസ്റ്റമേഴ്സ് നമുക്ക് ഫോട്ടോ ഇട്ട് തരുമ്പോഴാണ് നമ്മൾക്ക് അറിയുക. ഇതാണ് കേട്ടോ ഇതിൻ്റെ ബ്ലൗസ് പീസ്. ഇങ്ങനത്തേനൊക്കെ ഏകദേശം ഒരേപോലത്തെയാണ് ബ്ലൗസ് പീസ് വന്നിട്ടുള്ളത്. പല്ലു ഇങ്ങനെ വരും കേട്ടോ. ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള സാരി. ഇതെല്ലാം ഞാൻ ഡബിൾ ലെയറിലും ട്രിപ്പിൾ ലെയറിലും ഒക്കെ ഇട്ടിട്ടാണ് കാണിക്കുന്നത് കേട്ടോ. ഫുൾ ഓപ്പൺ ആക്കണ്ടല്ലോ എന്ന് വിചാരിച്ചിട്ടാണ്. ഇതേപോലെ വരിക, നല്ല ജെറ്റ് ബ്ലാക്കിൽ. ഇതേപോലത്തെ ബ്ലാക്കിൽ നമുക്ക് അങ്ങനെ കിട്ടാൻ എളുപ്പമല്ല, വല്ലപ്പോഴും ആണ് ജെറ്റ് ബ്ലാക്കിൽ നമുക്ക് മൊഡാൽ കിട്ടുന്നത്. അതേപോലെ ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ഒരു ബ്ലോക്ക് പ്രിൻറ്റ് പാറ്റേൺ. ആൻഡ് ഇതിൻ്റെ പല്ലു വരുന്നത് ഇതുപോലെയാണ് കേട്ടോ. നല്ല ഭംഗിയാണ്, വിത്ത് ടാസിലായിട്ടാണ് വരിക. ബ്ലൗസ് സെയിം പാറ്റേൺ തന്നെയാണ് കേട്ടോ. നല്ല ഭംഗിയാണ്. ഇതാ സെയിം തന്നെ സ്റ്റിച്ച് ചെയ്തിടുമ്പോൾ അടിപൊളിയാണ് കാണാൻ വേണ്ടിയിട്ട്. നല്ല ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ഇതേപോലെ സ്ലീവ്സിൽ ബോർഡേഴ്സൊക്കെ വരും കേട്ടോ. റേറ്റ് 3950 ആണ്. ബ്യൂട്ടിഫുൾ സാരി. അടുത്തത് നമ്മൾ നേരത്തെ ബ്ലാക്കിൻ്റെ പറഞ്ഞില്ലേ, ജെറ്റ് ബ്ലാക്ക്. ഇതേപോലെ നല്ല ഡാർക്ക് ഒരു മെറൂണിഷ് ടോണിൽ കിട്ടുക എന്ന് പറഞ്ഞത് അത്ര ഈസി അല്ല. പക്ഷെ ചിലപ്പോൾ നമുക്ക് ലക്കിന് അങ്ങനെയൊക്കെ വന്ന് പെടുന്നതാണ് കേട്ടോ. അതേപോലെ നല്ലൊരു ഡാർക്ക് ഷെയ്ഡിൽ, നല്ല ബ്യൂട്ടിഫുൾ ആയിട്ടുള്ളൊരു ഷെയ്ഡിൽ വന്നിട്ടുള്ള അജ്രക് പ്രിൻ്റ് വരുന്ന സാരിയാണ്. ഇതേപോലെ പല്ലു, ഇതിൻ്റെ പല്ലു ആണെങ്കിലും ഇത്തിരി ഡിഫറെൻ്റ് ആയിട്ടാണ് വന്നിട്ടുള്ളത്. ആൻഡ് ബ്ലൗസ് പീസ് ഇതേപോലെ കേട്ടോ. നല്ല കണ്ടോ, ഇതേപോലത്തെ പ്രിൻ്റാണ്. നല്ല ബ്യൂട്ടിഫുൾ ആയിരിക്കും സ്റ്റിച്ച് ചെയ്ത് വെയർ ചെയ്ത് വരുമ്പോൾ. ഇങ്ങനെയാണ് വരിക. റേറ്റ് 3950. അടുത്തതാ നമ്പർ 18 ആണ്. ട്രഡീഷണൽ ആയിട്ടുള്ള ഒത്തൻറ്റിക് ആയിട്ടുള്ള അജ്രക് പ്രിൻറ്റിൽ വരുന്ന സാരിയാണ്. ഈ സാരിയുടെ പ്രത്യേകത, ഇതിന് ലഗ്ഡി പട്ട പല്ലുവാണ് വരുന്നത് കേട്ടോ. ഇതേപോലെ ബോഡി നല്ലൊരു ഡാർക്ക് ബ്രിക്ക് മെറൂൺ ഷെയ്ഡാണ്. ബോർഡേഴ്സ് ഇതേപോലെ ബ്ലാക്ക് ബോർഡേഴ്സ് വരും. പല്ലു കണ്ടോ ഇങ്ങനെയാണ് വരിക. ഇതേപോലത്തെ ലഗ്ഡി പട്ട വരും. ആൻഡ് ബ്ലൗസ് ഇങ്ങനെ വരും. നല്ല ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ബ്ലൗസ് പീസാണ്, വിത്ത് ബോർഡർ ആയിട്ടാണ്. ഇതിനാണ് 4200 റേഞ്ച് വരുന്നത് കേട്ടോ. അപ്പോൾ ഇതായിരുന്നു ഇന്നത്തെ ലാസ്റ്റ് സാരി. ഒരു 18 സാരീസോളം കാണിച്ചിട്ടുണ്ട്. ഇതിലേതെങ്കിലും ഇഷ്ടമായി പർച്ചേസ് ചെയ്യാൻ താല്പര്യം ഉണ്ടെങ്കിൽ പെട്ടെന്ന് എൻക്വയറി ചെയ്യുക, പർച്ചേസ് ചെയ്യുക കേട്ടോ. എല്ലാ ഡീറ്റെയിൽസും നമ്മൾ വീഡിയോയിൽ കൃത്യമായിട്ട് പറഞ്ഞിട്ടുണ്ട്. എല്ലാം മനസ്സിലാക്കി പർച്ചേസ് ചെയ്യുക. അതേപോലെ തന്നെ മദ്രാസ് ചെക്ക് റണ്ണിങ് മെറ്റീരിയൽ അവൈലബിൾ ആണ്. അതും ഒരുപാട് പേര് ഡെയിലി ചോദിക്കുന്നവരുണ്ട്. അപ്പോൾ വേണമെന്നുള്ളവർ പെട്ടെന്ന് എൻക്വയറി ചെയ്തോളൂ. അത് അത്രയും പെട്ടെന്ന് തീരുന്നൊരു മെറ്റീരിയലാണ്. ഇനി നമുക്ക് എന്നാ റീസ്റ്റോക്ക് ആവാമെന്ന് അറിയില്ല കേട്ടോ. അപ്പോൾ നമുക്ക് വീണ്ടും അടുത്ത വീഡിയോയിൽ കൂടുതൽ ഭംഗിയുള്ള കളക്ഷൻസ് ആയിട്ട് കാണാം. അതുവരെ എല്ലാവർക്കും ഒരുപാട് താങ്ക്സ്. പിന്നെ ഒരു കാര്യം കൂടെ, ഒരുപാട് പേര് ചുമ മാറാനും സൗണ്ട് തിരിച്ചു വരാനും സൗണ്ട് ക്ലിയർ ഒക്കെ ആവാനുള്ള പൊടിക്കൈകളും ഒറ്റമൂലികളും ഒക്കെ പറഞ്ഞു തന്നിട്ടുണ്ടായിരുന്നു. പനിക്കൂർക്കയിലയും ഇതൊക്കെ ഇട്ടിട്ട് വെള്ളം തിളപ്പിച്ച് കുടിക്കാനും, പിന്നെ അതേപോലെ പനങ്കൽക്കണ്ടം, ജീരകം, ചുക്കൊക്കെ പൊടിച്ച് കഴിക്കാനും ഒരുപാട് മെഡിസിൻസ് പറഞ്ഞു തന്നിട്ടുണ്ടായിരുന്നു. അതുപോലെ ഹോട്ട് വാട്ടർ ഇടയ്ക്ക് കുടിക്കാൻ, ചുക്ക് കാപ്പി കുടിക്കാൻ ഒരുപാട് പേര് പറഞ്ഞു തന്നിട്ടുണ്ടായിരുന്നു. എല്ലാം ട്രൈ ചെയ്യുന്നുണ്ട്, എല്ലാം ഭേദമായിട്ട് വരുന്നുണ്ട്. പക്ഷെ മാറിയിട്ടില്ല, മാറാൻ ടൈം എടുക്കുമെന്നാണ് ഡോക്ടർ പറഞ്ഞത് കേട്ടോ. അപ്പോൾ എല്ലാവർക്കും ഒരുപാട് താങ്ക്സ്.